നിങ്ങളെല്ലാവരും ഇന്നലെ തൃശ്ശൂരിലെ എം പിയെ കണ്ടു കാണും. ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയുടെ മുമ്പിൽ ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ പൊന്തി വന്ന വേളയിൽ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ എം പി ഇത്രയും വലിയ മൗനം പാലിച്ചത്? മൗനത്തേക്കാളും വലിയ മൗനം, ശില പോലും തീർക്കുന്ന മൗനം. ആ മൗനം തൃശ്ശൂർ എം പിക്ക് ഒരു ശീലമല്ല. സ്ഥാനത്തും അസ്ഥാനത്തും എന്നും പറയൽ ശീലമാക്കിയ ആ നടൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിനയ പടങ്ങളെയും നമ്മളെല്ലാം കണ്ടവരാണ്. ആ നടൻ തൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഇത്തരം വിഷയങ്ങളെപ്പറ്റി പാലിച്ച കനത്ത മൗനത്തിൻ്റെ അർത്ഥമെന്താണ്? അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ആ പാർട്ടി ഈ അട്ടിമറിയെല്ലാം ഇവിടെ ചെയ്തതെന്നാണ്. വോട്ടിംഗ് അട്ടിമറിക്കൽ സ്വതവേ ശീലമാക്കിയ BJP, ജനാധിപത്യം വേണ്ട എന്ന് വാദിക്കുന്ന RSS, അതിനുവേണ്ടി ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതാനുള്ള ശ്രമത്തിൽ മുന്നിട്ടിറങ്ങിയ ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അതിൻ്റെ ഏറ്റവും നല്ല ഒരു പോരാളിയായി സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയുടെ മാസങ്ങൾ നീണ്ടുനിന്ന കഴിഞ്ഞ കൊല്ലം നേർപ്പുണ്ടായിരുന്ന വോട്ടിംഗ്, മാസങ്ങൾ നീണ്ടുനിന്ന വളരെ സജീവമായ എന്നാൽ അണ്ടർ ദ ടേബിൾ എന്ന് പറയാവുന്ന രഹസ്യമായ പ്രവർത്തനത്തിലൂടെയായിരുന്നു ഇവിടുത്തെ വോട്ടർ പട്ടിക അട്ടിമറിക്കപ്പെട്ടത്. എത്ര പണം അതിനു വേണ്ടി ഒഴുകി എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ പണം ഏതാണെന്നും ആർക്കും പറയാൻ പറ്റില്ല. BJPക്ക് വേണ്ടി പണം ഒഴുകുന്നത് നാനാഭാഗത്തു നിന്നുമാണ്. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള കള്ളപ്പണം ഇഷ്ടംപോലെ ഒഴുകിയിട്ടുണ്ട്. കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ പിടികളിൽ നിന്ന് തിരഞ്ഞെടുപ്പുകളെ മോചിപ്പിക്കണമെന്നുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് CPI ആവർത്തിക്കുന്നു. പണക്കൊഴുപ്പിൻ്റെയും കൈക്കൊഴുപ്പിൻ്റെയും കയ്യൂക്കിൻ്റെയും തട്ടിപ്പിൻ്റെയും ജാതി മത വിക്രിയകളുടെയും വേദിയായി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ മാറാൻ പാടില്ല. ഇലക്ഷനെ പറ്റി പറയുമ്പോഴെല്ലാം ഇന്ത്യ കേട്ട പരാമർശമാണ് ഫ്രീ ആൻഡ് ഫെയർ. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒന്നാമത്തെ ഗ്യാരണ്ടിയാണ് കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക. ആ വോട്ടർ പട്ടികയ്ക്ക് മേലാണ് BJP RSS ബോധപൂർവ്വം കൈവച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള RSS രാഷ്ട്രീയത്തിൻ്റെ, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കരുനീക്കമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയായി മനസ്സിലാക്കുന്നു.